ഗൈസ് വെരി ഗുഡ് മോർണിംഗ്. ഇന്നും ഇന്നലത്തെ മഴയിൽ ഫുള്ള് വെള്ളം കയറി മെസ്സാണ്, ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് മൊത്തം റിലേ ഔട്ടായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ ഇന്ന് കാലത്ത് കുറച്ച് വീഡിയോസ്, ഒരു 4-5 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫോണിൽ. പക്ഷേ ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ വീഡിയോ കാണുന്നില്ല. സേവ് ആക്കാൻ മറന്നു പോയതാണോ എന്തോ എനിക്കറിയത്തില്ല. സോ ഞാനിത് രണ്ടാമത് ഇപ്പം ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ എഗെയിൻ ഞാൻ രണ്ടാമത് വീഡിയോ ആക്കി പറയുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ജാസ്മിൻ, അഭിഷേക്, ഋഷി, അർജുനായിട്ട് ബോണസ് പോയിന്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അഭിഷേക് പറഞ്ഞു ഋഷിക്ക് കൊടുക്കുള്ളൂ, അർജുൻ പറഞ്ഞു ജാസ്മിനെ കൊടുക്കുള്ളൂ. ജാസ്മിൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നതുകൊണ്ട് അർജുൻ പറഞ്ഞു ഋഷിക്ക് കൊടുത്തുള്ളൂ എന്ന്. അപ്പം അൻസിബ പറയുന്നുണ്ടായിരുന്നു ആള് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുന്നത്. ജാസ്മിൻ എന്തുകൊണ്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു? ജാസ്മിൻ അങ്ങനെ ഒരു വിട്ടു കൊടുക്കുന്ന ആളല്ല, ഒരു ഓപ്പർച്യൂണിറ്റീസും കളയുന്ന ഒരാളല്ല. എന്തുകൊണ്ടായിരിക്കും ജാസ്മിൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്തതിൻ്റെ ഒരു ഐഡിയ എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അൻസിബ പറയുന്നുണ്ടായിരുന്നു അത് പ്രേക്ഷക പിന്തുണ കിട്ടാൻ, വോട്ട് കൂടുതൽ കിട്ടാൻ ഒരു സിമ്പത്തിക് ലൈനാണ് അൻസിബ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഋഷിക്ക് ഭയങ്കര ഗിൽറ്റി ഫീൽ, ലൈക്ക് എന്തോ ഔദാര്യം കൊണ്ട് കിട്ടിയപ്പോൾ. പക്ഷേ അഭിഷേകും ഋഷിയും തമ്മിൽ നല്ലൊരു കോമ്പോടെ വർക്കൗട്ട് ആവുന്നുണ്ട്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പോടെ തുടക്കം തൊട്ടേ ഉണ്ട്. സോ അഭിഷേക് പറയുന്നുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഞാൻ നിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, നീ എന്തിനാ ഡെസ്പാവ് നല്ല രീതിയിൽ ഋഷി ഓക്കെ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അഭിഷേക് പറയുന്നുണ്ട് ഋഷി ടോപ്പ് 5 വരാൻ കേപ്പബിൾ ഉള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഋഷി അങ്ങനെ ടോപ്പ് 5 വരാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ആൾ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. ചില സമയത്ത് ഷോർട്ട് ടെമ്പേർഡായിട്ട് ടാസ്ക് വരെ മെസ്സാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഋഷിയുടെ ഭാഗത്ത് നിന്ന് പോയിട്ടുണ്ട്. ആൻഡ് ക്യാപ്റ്റൻ സി വന്നിട്ട് അട്ടർ ഫ്ലോപ്പായിരുന്നു. അവൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ്റെ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തുകൊണ്ട് ജാസ്മിൻ ഈ സംഭവം സ്റ്റെപ്പ് ബാക്ക് ചെയ്തു. ആൻഡ് ജാസ്മിൻ പറയുന്നൊരു സംഭവം ഉണ്ട്, അഭിഷേക് ഈ ആഴ്ച പോകുന്നുള്ളത്. ഇത്രയും ക്ലിയർ ആയിട്ട് ബിഗ് ബോസ് സീസൺ 6 ഉള്ളിലെ കണ്ടസ്റ്റൻ്റായ ജാസ്മിന് ക്ലിയർ ആയിട്ട് അഭിഷേക് പോകുമെന്ന് പറയാൻ എങ്ങനെയാണ് പറ്റുന്നത്? അപ്പോൾ പിന്നെ ശ്രീധു അവിടെ എന്താ ചെയ്യുന്നത്, അർജുൻ എന്താ അവിടെ ചെയ്യുന്നത്, അഭിഷേക് എന്താ ചെയ്യുന്നത്, അതേപോലെ നമ്മുടെ ഋഷി എന്താ ചെയ്യുന്നത്? ഓക്കെ, ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് അഭിഷേക് ഒന്നും റിയാക്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ശ്രീധുവും അർജുനും ഇവർ കോംബോ വൈസ് കയറി പോകാന്നല്ലാതെ ഇവർ വേറെ ഒന്നും അവിടെ കാര്യമായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ജാസ്മിൻ എന്തുകൊണ്ട് സ്റ്റെപ്പ് ബാക്ക് ചെയ്തു? അൻസിബ പറഞ്ഞ മാതിരി പുറത്തുനിന്നുള്ള പ്രേക്ഷകരുടെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടും, അതേപോലെ അഭിഷേക് പുറത്ത് പോകുന്ന ഇത്ര ക്ലിയർ കട്ടായിട്ട് ജാസ്മിൻ എങ്ങനെ പറയാൻ പറ്റുന്നു എന്നത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക.